എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നമ്മളിവിടെ ഫ്രഷ് ക്രീമോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല, എന്നാലും നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ കളറോ ഒന്നും ചേർക്കാതെ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെ. ഈ ക്രീമി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി തയ്യാറാക്കുന്ന വിധം പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. ബോൺലെസ് ചിക്കൻ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ മസാലക്കൂട്ടൊന്ന് പുരട്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചിക്കനിലൊന്ന് നല്ലതായിട്ട് പിടിച്ചു വരികയും ചെയ്യും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം. മീഡിയം വലിപ്പമുള്ള 2 സവോള വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഈ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സവോള നല്ലതുപോലെ വഴന്ന് കിട്ടുകയും നമ്മുടെ ഈ ചിക്കൻ കറിയിലോട്ട് ആ സവോളയുടെ പീസസ് ഒന്നും കാണാത്ത പോലെ തന്നെ നമുക്കിത് വഴന്ന് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള മസാലക്കൂട്ടെന്ന് പറയുന്നത് 1 സ്റ്റാർ എടുത്തിട്ടുണ്ട്, 3 ഗ്രാമ്പൂ, 3 ഏലക്കായും, ഒരു ചെറിയ കഷ്ണം പട്ടയുമാണ് നമ്മൾ സ്പൈസസ് ആയിട്ട് എടുത്തേക്കുന്നത്. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, നമ്മളിവിടെ കളറൊന്നും അഡീഷൻ ചേർത്ത് കൊടുക്കുന്നില്ല. 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, നല്ല കളറുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ച വലിയ ജീരകം ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മളിവിടെ ഫ്രഷ് ക്രീമോ ഒന്നും ചേർക്കാതെ ക്രീമി ആയിട്ടാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം, നല്ല കട്ട തൈര്. 10 പീസ് കശുവണ്ടി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു കൂട്ടാണ് നമ്മുടെ ചിക്കൻ കറി നല്ല ക്രീമിയാക്കി കിട്ടുന്നത്. ഇനി നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് ഗീ വെച്ചിട്ടാണ്. വലിയ 1 ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ഗീ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഗീയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് ഗീ വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ തന്നെ വഴറ്റി എടുക്കേണ്ടതുണ്ട്. ഈ സവോളയും ഗീയും കൂടെ വഴന്നു വരുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ്. സവോള അരിഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം, എന്നാലേ നമുക്കിതൊന്ന് വഴന്ന് ആ കറിയിൽ ഈ സവോള കാണാത്ത രീതിയിൽ തന്നെ വഴന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ചോപ്പറിൽ അരിഞ്ഞെടുത്താലും മതി. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെയാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. ഉള്ളിയെല്ലാം വഴന്നൊരു ലൈറ്റ് ബ്രൗൺ നിറമായപ്പോഴത്തേക്കിന് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കൊന്നുകൂടെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ചിക്കനിലുള്ള ആ റെഡിഷ് കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളറായി കിട്ടത്തില്ലേ, ആ ഒരു സമയം വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ ചിക്കനിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങി വരികയും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമല്ലോ, ആ ഒരു പരുവത്തിലാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. ഇന്നും ചിക്കൻ കറിയൊക്കെ ഒരേ രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചസൊക്കെ നമുക്ക് ആവശ്യമാണല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ രുചിക്കൂട്ടുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടെയാണ്. ചിക്കൻ്റെ റെഡിഷ് കളറൊക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ട് നിറമൊക്കെ മാറി വന്നപ്പോഴത്തേക്കിന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടിയൊന്നും നമ്മൾ ചൂടാക്കിയിട്ടില്ല, അപ്പോൾ ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് ചൂടായി വരികയും വേണം. ചിക്കനിലോട്ട് ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുകയും വേണം. മസാലക്കൂട്ടുകൂടൊക്കെ ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ ഒരു മൂത്തൊരു മണം വരുന്നുണ്ടല്ലോ. ചിക്കനിലെ വെള്ളമൊക്കെ നേരത്തെ വറ്റിച്ചിട്ടാണ് നമ്മൾ മസാലക്കൂട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മസാലക്കൂട്ടൊക്കെ മൂത്ത് കിട്ടും. ഇനി നമ്മൾ തൈരും കാഷ്യൂനട്ടും കൂടെ ചേർന്ന് അരച്ചെടുത്ത ആ ഒരു കൂട്ടാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. നമ്മളിവിടെ ഫ്രഷ് ക്രീമോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഇങ്ങനെ നെടുകെ പിളർന്നിടാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തേണ്ടതാണ്.
ഇനി അടച്ചു വെച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഈ തൈരും കാഷ്യൂനട്ടും ഒക്കെ ചേർന്ന പേസ്റ്റൊക്കെ ഒന്ന് തിളച്ച് എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. അതിനുശേഷമാണ് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 2 മിനിറ്റ് മാത്രമേ ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തുള്ളൂ. ഇനി ഇതിനോട് നമുക്ക് ചിക്കൻ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും വേണം. അതുപോലെ തന്നെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്. ഇനി നമുക്കത് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മുഗലായി റെസിപ്പിയാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. അധികം എരിവൊന്നുമില്ല. ഇവിടെ നമ്മൾ വേറെ കളറോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലേശം കാശ്മീരി മുളക് പൊടിയാണ് കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പം നല്ല കളറുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ചിക്കൻ മുഗലായി വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിരിക്കും തോറും കുറച്ചും കൂടെ നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വരികയും ചെയ്യും. അവസാനം കുറച്ച് മല്ലിയില ചോപ്പിയോടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മുഗലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ നല്ല കിടു കോമ്പിനേഷൻ തന്നെ. ഞാൻ തയ്യാറാക്കി ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. കണ്ടോ, കളറ് കണ്ടോ, നമ്മൾ വേറെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എങ്കിലും നല്ല കളറോടുകൂടി തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ. ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മുഗലായി ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറന്നു പോകല്ല. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.